എന്താ കോഴിക്കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കാനുള്ള പണി? ഏട്ടാ ഞാനും ഇതുപോലെ ഒരു ഇൻക്യുബേറ്റർ വാങ്ങിട്ട് പോയിട്ടേ വീട്ടിലൊന്ന് തുടങ്ങിയാലോ നോക്കാണ്. പണിയൊക്കെ നിർത്താൻ പോവാണ്. നമ്മുടെ ഷോപ്പിൽ പണി നിർത്താൻ പോകണം. ഞാനൊന്ന് വാങ്ങിട്ട് നമ്മളാകെ പൊടുവല്ലോ. ഞാനും പണം ഉണ്ടാക്കട്ടെ. അതെയാ, വിരിയിപ്പിച്ച് പൈസ ഉണ്ടാക്കാൻ പോവാണ്. കാണുമ്പോ നല്ല ഭംഗിയില്ലേ? ഭംഗിയുണ്ടോ? ഞാൻ അബദ്ധം പറ്റി ഇവിടെ വിരിയിക്കേണ്ട കഥയിലായിരുന്നു അല്ലേ? ഇത് കണ്ടപ്പോ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടോ? ഒന്ന് തുടങ്ങിയാലോ? തുടങ്ങിയിട്ട് വീട്ടിലെ വെച്ച് വിരിയിപ്പിച്ച് കുട്ടികളെ കൊടുക്കല്ലേ? ബസ്സൊക്കെ കയറി വരണ്ടേ? വീട്ടിലാവുമ്പോ ഇത് നോക്കാൻ നമ്മുടെ വീട്ടിലെ പണി നടക്കുമല്ലോ. വീട്ടിലെ പണി നടക്കാം, പണം ഉണ്ടാക്കാം. വാട്സപ്പ് കൂട്ടായ്മ ഫേസ്ബുക്കിലൊക്കെ കച്ചവടം ചെയ്യും. അപ്പൊ ഞാൻ അങ്ങനെ ആൾക്കാര് പണം ഉണ്ടാക്കുന്നുണ്ട്. അറിയും. ഇവിടെ ഒന്ന് പഠിച്ചു, കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇവിടെ വന്നപ്പോ 1.5 കൊല്ലം ഡീറ്റെയിൽസ് ഒക്കെ കുട്ടീസ് ഒക്കെ പഠിച്ചു. ഞാൻ ഇനി പുതിയ ആളിനെ സെറ്റപ്പ് ആക്കണം. വല്ലാതെ കഷ്ടമായി. അജി, ഈ കയ്യിലിരിക്കുന്ന കോഴിക്കുട്ടിക്ക് എന്താ വില? മുട്ടയ്ക്ക് 12 രൂപ വില. 60 രൂപയ്ക്ക് കുട്ടികളുടെ വില അല്ലേ? കുട്ടികളുടെ. അതെ, നല്ല പുള്ളിക്കോഴില്ലേ? നല്ല ഭംഗിയുള്ള കുട്ടിയില്ലേ? നല്ല ഭംഗി. അപ്പൊ തുടങ്ങാൻ പോണ പരിപാടി, പണിയൊക്കെ വേണ്ട വയ്ക്കാൻ പോണ് അല്ലേ? ഇൻക്യുബേറ്റർ വാങ്ങിട്ട് നിങ്ങൾ സ്വയം വീട്ടിൽ പോയി ചെയ്യാൻ പോണ്. ഞാൻ ഇനി വേറെ ആരെയും നോക്കണം അല്ലേ? ഇനി വേറെ ആളെ നോക്കി നിങ്ങളെ പോയി പണി പഠിച്ച് കഴിയുമ്പോൾ സമയം ഒരുപാട് പിടിക്കല്ലോ. നമ്മളൊന്നും ചെയ്യാം. അപ്പൊ നമ്മുടെ 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ വില എന്ന് പറഞ്ഞു നോക്കി രാജി? 2500 രൂപ. 2500 അല്ലേ? ഒരു വർഷം വാറന്റി ഉണ്ട്. രാജി, കാട മുട്ട എത്ര വയ്ക്കാ? 500 വയ്ക്കാ. വിലയോ? 2500. വാറന്റി ഒരു വർഷം വാറന്റി ഉണ്ട്. പിന്നെ 200 മുട്ട വയ്ക്കാൻ ഞങ്ങൾ മാത്രം കൊടുക്കും അല്ലേ? നമ്മുടെ റിസൾട്ട് എങ്ങനെ? നല്ല റിസൾട്ട് ഇല്ലേ? ആൾക്കാരൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. റിസൾട്ട്